അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി കടുമാങ്ങ നമ്മൾ തന്നെ മാങ്ങയൊക്കെ നമ്മൾ ഇതുണ്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എല്ലാം മുറിച്ചൊക്കെ സെറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മുടെ കടുമാങ്ങയുടെ പ്രത്യേകത നമ്മൾ ഇൻസ്റ്റന്റ് കടുമാങ്ങകളാണ്. അത് തന്നെ പെട്ടെന്നുള്ള പരിപാടിയാണ്. നല്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ നമ്മുടെ തന്നെ ചട്ടിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എണ്ണ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ അതിന് നമുക്ക് ഉപ്പ് ചേർക്കാവേ. ആ ഉപ്പെടുത്ത് നമുക്കത് ചേർക്കാവേ. അപ്പൊ ഈ കടുമാങ്ങയുടെ ഒരു പ്രത്യേകത അറിയാലോ, കടുക് ഇഷ്ടം പോലെ വേണം. അപ്പൊ ആ കടുകൊക്കെ പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ ഉപ്പൊക്കെ ചേർത്ത് അങ്ങ് ഇളക്കി അങ്ങ് വെക്കണം. അപ്പൊ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഇളക്കാം. ഇത് കൈവച്ചിളക്കുന്നതാണ് നല്ലത്. അപ്പൊ ഉണ്ടല്ലോ നന്നായിട്ട് ഞെരടി അങ്ങ് പിടിപ്പിക്കാം. ഇപ്പൊ നമുക്ക് ഒത്തിരി നേരമൊന്നുമില്ല. സാധാരണ നമ്മള് ഉപ്പിലിട്ട മാങ്ങയല്ലേ നമ്മള് കടുമാങ്ങയ്ക്കൊക്കെ എടുക്കുന്നത്. പക്ഷെ ഇത് നമ്മള് ഉപ്പിലിടാതെ തന്നെ ഉപ്പിലിട്ട് വെക്കാതെ ഉപ്പിലിട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഇട്ട് ഉപ്പ് വരട്ടി വെച്ച് ഇത് ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാവേ. അപ്പോഴേ നമ്മുടെ മാങ്ങ ഉപ്പൊക്കെ വരട്ടി ഇവിടെ വെച്ചു. പിന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതിന്റെ കൂടെ തന്നെ നമ്മള് നമ്മുടെ കടുക് നമ്മള് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടിച്ച മിക്സിയിലൊന്ന് ചെറുതായിട്ട് ഒരുപാട് പവർ ആകാതെ തരിതരിയായിട്ട് ഇങ്ങനെ അലക് ഉണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മള് പൊടിച്ചെടുക്കുന്നത്. പൊടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ഒന്ന് പൊട്ടിച്ചു. അപ്പൊ ഈ നമ്മുടെ കടുമാങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കടുകാണ്. അപ്പൊ ഈ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് കളിക്കാം. ഇനി ഇതൊക്കെ ആയി വരുമ്പോഴത്തേനും മാങ്ങ കാണുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇവിടെ ഒരാള് ഇപ്പൊ തന്നെ തീറ്റി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇച്ചിരി നേരം ആയല്ലോ. നമ്മൾ ഈ കടയൊക്കെ പൊട്ടിക്കാൻ നേരത്ത് തന്നെ നമ്മള് മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. ഉപ്പൊക്കെ ആയിട്ട് അതിന്റെ എല്ലാം സെറ്റായിട്ടിരിക്കുക. അപ്പൊ മാങ്ങ ഇടാറാകുമ്പോഴത്തേക്കിനും മാങ്ങ കാണുമോ ഇല്ലെന്ന് കണ്ടറിയാം. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. നമ്മുടെ നല്ലെണ്ണ ലാസ്റ്റ് ഇന്നത്തെ ഈ പ്രാവശ്യത്തെ നല്ലെണ്ണയുടെ ലാസ്റ്റ് അച്ചാറ്. അപ്പൊ എന്തായാലും അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്വല്പം ഉലുവ ഇടാവേ. ഇതിന്റെ അകത്ത് നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. അരിയാനായിട്ടുള്ള സാധനം തന്നെ മാങ്ങ മാത്രമേ ഉള്ളൂ. ചെറുതായിട്ട് അരിയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് അരിയുന്നതുകൊണ്ട് മാത്രം ഇച്ചിരി നേരം വേണമെന്ന് പറഞ്ഞാൽ. അപ്പം എണ്ണ ചൂടായതിൻ്റെ അകത്തോട്ട് ഉലുവ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പെട്ടെന്ന് നമ്മുടെ പൊടികളെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ പൊടിയൊക്കെ ഇങ്ങോട്ടൊന്ന് എടുത്തോട്ടെ. അപ്പൊ നമ്മള് എല്ലാ പൊടികളും എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ പൊടിയും നമുക്കിപ്പോൾ ആവശ്യമില്ല. നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ മുളക് പൊടി 2 എണ്ണം വേണം. കാരണം കാശ്മീരി പൊടി കളറിന്, ഈ പൊടി എരിവിന്. അപ്പൊ 2 നമ്മൾ ഏകദേശം ഒരേ അളവിൽ തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. അപ്പൊ അങ്ങനെയാണെങ്കിലല്ലേ നമ്മുടെ കളറും കിട്ടും, ഒരു കൊഴുപ്പും കിട്ടും. അതിനൊക്കെയാണ് നമ്മൾ ഈ കാശ്മീരി പൊടി ഇടുന്നത്. അതെ, അത് പറഞ്ഞ് ഓർപ്പിച്ചു തന്നെ. ഞാൻ വർത്താനം പറഞ്ഞോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. തീ എപ്പോഴും നമ്മളൊരു സിമ്മിൽ വെച്ചിട്ട് പതുക്കെ ആയിരിക്കും എണ്ണ ചൂടായി വരുന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ പൊടിയൊന്നും കരിഞ്ഞു പോകുന്നില്ല. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടി കൂടി ഇടാവേ. അപ്പൊ ഇതെല്ലാം ഒന്ന് എന്റെ മാങ്ങ ഇതെല്ലാം പറ്റിപ്പിടിച്ച് മാങ്ങ സെറ്റായി അടിപൊളി കളറൊക്കെ മാറിയാണല്ലേ. ഇനി വീണ്ടും നമ്മള് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്, കായപ്പൊടിയാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതെ, കായപ്പൊടിയും കടുകും ഇവ രണ്ടുമാണ് ഇതിന്റെ ഹൈലൈറ്റ് സംഭവങ്ങൾ. അപ്പൊ നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാവേ. സംഭവം സെറ്റായി അടിപൊളി, നല്ല മണവും വരുന്നുണ്ട്. ആ വെള്ളം എടുത്ത് വെള്ളം ഒഴിച്ചു. ഒത്തിരി വെള്ളം വേണ്ട, എന്നാലും ഉണ്ടല്ലോ ഈ കടുമാങ്ങയ്ക്ക് ഒരു ഗ്രേവി വേണമല്ലോ. ഇതും കഞ്ഞിയും കൂടെ അടിപൊളിയായിരിക്കും. കടുമാങ്ങയും കഞ്ഞിയും കൂടെ
ഒഴിച്ചു. മാങ്ങയിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങുക. എന്നാലും നമ്മൾ അത്യാവശ്യം ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ ഇപ്പം തന്നെ കൂട്ടാൻ പാകത്തിനുള്ള സംഭവമാണ് നമ്മൾ ശരിയാകുന്നത്. ഇനി ആ കറിവേപ്പില കൂടെ എടുത്തേ. കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ളതിന്റെ അനുസരിച്ചിട്ട് ഇടുക. അപ്പൊ ഈ ഒരു ഗ്രേവി ഇനി നമുക്ക് നമ്മുടെ മാങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ഉപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങയാണ്. എക്സ്ട്രാ ഉപ്പിന്റെ ആവശ്യമില്ല. നമുക്ക് നോക്കാം. കാരണം മാങ്ങയല്ലേ, മാങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്ക് മാങ്ങയുടെ പുളി എല്ലാം കൂടെ ഇറങ്ങിയിട്ട് നമ്മൾ ചേർത്ത് ഉപ്പൊക്കെ എവിടെ പോയി ചിലപ്പം കിട്ടത്തില്ല. അതെ, എന്തായാലും അത് നമ്മള് ഒരു സ്വല്പം കൂടെ വെള്ളം ഒഴിച്ച് മതി ഇച്ചിരി കൂടിപ്പോയാ. എന്തായാലും ഇപ്പൊ നല്ല അടിപൊളി. ഒന്ന് തീ കൂട്ടി വെച്ച് ഒന്ന് വെന്ത് പോവണ്ട, ജസ്റ്റ് ഒരു ആ ഒരു വെള്ളത്തിന്റെ ഒരു ഇത് വരത്തില്ലേ, ആ ഒരു ജസ്റ്റ് ഒന്ന് മാറിയിട്ട് നമുക്ക് അങ്ങ് നിർത്തിയേക്കാം പരിപാടി. അപ്പൊ നിർത്താം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തവി പോരെ, തവി വെച്ച് ടേസ്റ്റ് ചെയ്യുന്നതാണ് അതിന്റെ ഒരു സുഖം. കൈ കൊള്ളു. എന്റെ വായ കൂടെ പുള്ളിക്കാണ്. ഉപ്പ് വേണം. ഇരുന്നപ്പോ ഉണ്ടല്ലോ മാങ്ങയത്തുനിന്ന് പുളിയെല്ലാം കൂടെ ഇറങ്ങിട്ട് നല്ല നല്ല പുളിഞ്ച മാങ്ങയായിരുന്നു. ഉപ്പ് ചേർക്കണമെങ്കിൽ ഇത് നമ്മളൊന്ന് തിന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ അനുസരിച്ചിരിക്കും. ഇവിടെ കിട്ടുന്ന മാങ്ങ സാധാരണ ഇച്ചിരി പുളിയുള്ളൊരു മാങ്ങ. കഞ്ഞി അതാണ് കിടുവായിരിക്കും. പക്ഷെ ഇനി ഇതിനോട് ഇച്ചിരി കഞ്ഞിയും ഈ അച്ചാറും സൂപ്പർ. നക്കിട്ട് വരുന്നില്ല മാങ്ങ. നല്ല കിടിലം ടേസ്റ്റ് ഉണ്ട്. ആ കടുകുണ്ടല്ലോ അതിന്റെ ചെറിയൊരു കയ്പുണ്ടല്ലോ, അതും അത് കഴിക്കാൻ കിട്ടണം. എന്നാലേ ആ ഒരു ഉപ്പും പൊടിയും എരിയും എല്ലാം കൂടെ നല്ല ഗ്രേവിയും കൂടെ ജസ്റ്റ് ഒന്ന് നല്ല അടിപൊളി ടേസ്റ്റ്. കിടു അതിന്റെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വർത്തമാനം പറഞ്ഞ ചെറുതായിട്ട് എരി തൊണ്ടയ്ക്ക്. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഇതൊരു വെറൈറ്റി ടേസ്റ്റുമാണ്, നല്ല കിടുക്കാച്ച സാധനമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഈ മാങ്ങ അരിഞ്ഞെടുക്കുന്ന ഒരു താമസം ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ ഇല്ലാത്ത പ്രശ്നം. ബാക്കിയെല്ലാം വളരെ നിസ്സാര സാധനം. അടിപൊളി. അപ്പൊ ഉണ്ടല്ലോ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ല് സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോ. മാത്രമല്ല എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. എന്നിട്ട് നമുക്ക് അടുത്ത നല്ല അടിപൊളി വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.